എന്താ സംഭവം ഇവിടെ? നമ്മള് സ്റ്റോൺ വിരിക്കണം. നമ്മള് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണല്ലേ കടപ്പ. ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. സാധാരണ നാച്ചുറൽ സ്റ്റോൺ പറയുന്നത് നമ്മള് അതായത് പാറ പൊട്ടിച്ചെടുക്കണതാണ്. മറ്റേ ഇന്റർലോക്ക് പറയുമ്പോൾ നമ്മൾ സിമെന്റിലും ഉണ്ടാക്കണല്ല, അതായത് നമ്മൾ ഉണ്ടാക്കണല്ല, പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയെടുക്കണം. നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണാണ് ഇത്. 3 ഐറ്റമാണ് വരുന്നത്: ബാംഗ്ലൂർ, താന്തൂർ, കടപ്പ. റേറ്റിൽ ഏറ്റവും കുറഞ്ഞത് കടപ്പാണ് വരുന്നത്. പിന്നെ ഒന്നുകൂടി കുറച്ച് റേറ്റ് വരുന്നത് താന്തൂർ, പിന്നെ കുറച്ചൊരു നല്ലത് വരുന്നത് ബാംഗ്ലൂർ. ഈ 3 റേഞ്ചിലാണ് വരുന്നത് സ്റ്റോൺ, നാച്ചുറൽ സ്റ്റോൺ അല്ലേ. ഇത് പല സൈസിലും വരും, അളവിലും. ഇത് 2.2 ആണ്, 2.3, അങ്ങനെ പല സൈസിൽ വരും. പിന്നെ ഇത് 1.2 വരും. പിന്നെ ഇതാകുമ്പോൾ 2.2 വെക്കാന്നല്ല, ഇത് 1.2 ഒക്കെ പൊട്ടും. ഇതിപ്പോ ഏതാണ് സംഭവം? ഇത് 2.2 50 mm കാണല്ലേ. ഇത് എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് സ്ക്വയർ ഫീറ്റ് നമ്മൾ എംബിന് എല്ലാം പാടെ 80 രൂപക്ക് നമ്മൾ വിരിച്ചു കൊടുക്കും. മൊത്തത്തിൽ വിരിച്ചു കൊടുക്കും. ഒരെണ്ണം 80 രൂപ വെച്ചിട്ട്. ലെവലിങ്ങും മെറ്റലും എല്ലാം പാടെ ഉൾപ്പെടെയാണ് മൊത്തത്തില്. സ്റ്റോൺ ലോഡിങ്ങും എല്ലാം പാടെ ഉൾപ്പെടുത്തിയിട്ടല്ലേ. അപ്പോൾ ഈ ഒരു സൈറ്റ് വരുന്നത് എവിടെയാണ്? വെളിയങ്കോട് MTM കോളേജ് അല്ലേ? അതെ അതെ, MTM കോളേജിന്റെ ഫ്രണ്ടിൽ അവരതിലാണ് വരുന്നത് അല്ലേ? അതെ അതെ, ഇവിടെ നമ്മൾ വിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ താന്തൂറും ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട്, എല്ലാ സ്റ്റോണും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ വിരിച്ചുള്ളത്? അതെ അതെ. പിന്നെ ഇത് വിരിച്ച വെള്ളം ഇറങ്ങാനുള്ള ഗ്യാപ്പ് ആക്കിയിട്ടാണ് നമ്മൾ വിരിച്ചു കൊടുക്കണേ. പിന്നെ മെറ്റൽ നമ്മളെ അടിയിൽ എന്തായാലും 1 ഇഞ്ച് 1.5 ഇഞ്ച് കണത്തിൽ മെറ്റൽ വേണം, അല്ലെങ്കിൽ കല്ല് പൊട്ടും. സാധാരണ നമ്മൾ മെറ്റൽ എന്താ പറയുക, മെറ്റൽ തിക്നെസ്സിൽ ഇടുന്നത് കണ്ടോ, മെറ്റലിൻ്റെ കനം കണ്ടോ. സാധാരണ ചെയ്യുമ്പോൾ എന്താ പറയുക, മെറ്റൽ കനമില്ലാതെ ഇടും. അങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോൺ പൊട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്യുമല്ലോ. സ്റ്റോൺ എപ്പോഴും നമ്മൾ മെറ്റൽ അടിയിൽ നല്ല ഇതിൽ വേണം. അത് ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കണ്ടല്ലോ. അതെ അതെ. ഫസ്റ്റ് മെറ്റൽ ഇട്ടതിന് ശേഷം ഫസ്റ്റ് വാട്ടർ ലെവലിങ്, വെള്ളം കറക്റ്റ് പോകണം, അതാണ് മെയിൻ. പിന്നല്ല മെറ്റലാണ് ചിലത് ഈ ഒരു ഹോളല്ലേ. മെറ്റൽ. പിന്നെ അതല്ല, വാട്ടർ ലെവലിങ് അറിയുന്ന ലെവലിങ് ആയിരിക്കണം, കറക്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിൽ. പിന്നുള്ളത് മെറ്റൽ അടിയിൽ വേണം. പിന്നല്ല പ്രശ്നം എന്താ വെച്ചാൽ ചിലർ ചെയ്യുക, വില കുറവിൽ എടുത്തിട്ട് എന്ത് ചെയ്യും, മെറ്റൽ പാറ്റിയിടും, മേലെ മാത്രം കല്ല് വിരിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ കല്ല് അങ്ങോട്ട് ഒരു ഇരുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കും. കല്ല് ചിലപ്പോൾ കല്ല് പൊട്ടൂല, കല്ല് ചില ഭാഗം താന്നിട്ട് പൊന്തിട്ട് അങ്ങനെ വരും കുറച്ച് കാലം കഴിയുമ്പോൾ. ശരി ഭായ്, ഇതാണ് കംപ്ലീറ്റ് വിരിച്ചില്ലല്ലേ? അതാണ് കംപ്ലീറ്റ് വിരിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഏകദേശം എത്ര ഇതിൽ വർക്കാണ്? ഇത് 10-22,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ഉണ്ടല്ലേ? അത്യാവശ്യം ഏരിയ ഉണ്ട്. 22,000 മേലെ ഉണ്ടാവും കംപ്ലീറ്റ് അല്ലേ? എത്ര വലിയ വർക്കും എത്ര ചെറിയ വർക്കും എടുക്കും നമ്മളെടുക്കും. അങ്ങനെ കേരളത്തിൽ എവിടെ നമ്മൾ ഇനിയിപ്പോൾ സ്റ്റോൺ വേണമെങ്കിൽ നമ്മൾ സ്റ്റോൺ ഇങ്ങനെ നമ്മൾ ഇറക്കി കൊടുക്കും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെ നമ്മൾ സ്റ്റോൺ ഇറക്കി കൊടുക്കും ചെയ്യും. ഏത് തരം സ്റ്റോൺ ആണെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ ചെയ്ത് കൊടുക്കും, ഇറക്കി കൊടുക്കും. അപ്പോൾ ഡിസ്പ്ലേ ആണ് നമ്മൾ വിളിച്ചൊന്ന് എൻക്വയറി ചെയ്താൽ വാട്സാപ്പിലല്ലേ? ഓക്കെ ഓക്കെ.